ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇത് കണ്ടില്ലേ, ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വെയിൽ കൊണ്ട് ഇങ്ങനെ നടപ്പൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ജോലി. അപ്പം നല്ല സൺലൈറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും വെയിലാവുമല്ലോ. അപ്പോൾ സൺലൈറ്റൊക്കെ കൊണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഡാർക്ക്നെസ്സൊക്കെ വരാൻ തുടങ്ങിയപ്പം ഞാനൊരു ബ്യൂട്ടി ടിപ്സ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത കേട്ടോ നമ്മുടെ ഒരു ടെമറിക് പൗഡറും പിന്നെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഷിക്കാക്കോ അമ്ലയൊക്കെ ചേർന്ന ഒരു പൗഡറുമാണ്. അത് ഹെയറിന് വേണ്ടിയിട്ടും ഞാനതിൽ പിന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടാട്ടോ ഈ മഞ്ഞൾപ്പൊടി ഉള്ള ആ ടിപ്സും പിന്നെ അലോവേര കൊണ്ടുള്ള ഒരു ടിപ്സും ആട്ടോ ഞാൻ ചെയ്യാൻ പോണത്. അപ്പം നിങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തരണം. പിന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. അപ്പം ഇനി തുടർന്നുള്ള വീഡിയോകളും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഞാൻ ആ ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നതെന്നും ഈ വെയിലത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക്നെസ് കുറയ്ക്കുന്നതെന്നും ഒക്കെയുള്ള ഒരു ബ്യൂട്ടി ടിപ്സ് ആട്ടോ. ആരും വിട്ടു പോകരുത്. ഇത് നിങ്ങൾ കണ്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു നഷ്ടമായിരിക്കും കേട്ടോ ഉണ്ടാകാൻ പോണത്. അപ്പം ഇത് കണ്ടില്ലേ, ഇത്രയും നമ്മളൊരു സൺലൈറ്റ് ഏറ്റിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ അലോവേര ജെല്ല് കൊണ്ടും നമുക്ക് കിട്ടുന്ന എഫക്റ്റ്നെസ് എന്തോരം ഉണ്ടെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അലോവേര ജെല്ല്. നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക. അലോവേര ജെല്ലും അതിൻ്റെ കൂടെ നമ്മുടെ നാരങ്ങ നീര് മാത്രം ചേർത്തിട്ടുള്ളൊരു ടിപ്സാട്ടോ. അത് മുഖത്ത് ഐസ് ക്യൂബായിട്ട് നമ്മൾ അതിങ്ങനെ മുഖത്തിങ്ങനെ ഡാർക്ക്നെസ്സുള്ളടത്തൊക്കെ ഇങ്ങനെ അത് മിക്സിയിലിട്ട് അടിച്ച് ട്യൂബാക്കി വയ്ക്കുകയാട്ടോ ചെയ്യുന്നത്. അപ്പം അതും പിന്നെ നമ്മുടെ ഈ ഓർഡർ 115 രൂപയാട്ടോ. ആൽഫ് ഗുഡ്നെസ്സിൻ്റെ വൈൽഡ് ടെമറിക് പൗഡർ മറക്കല്ല കേട്ടോ. കെമിക്കൽ ഫ്രീ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫുള്ള് പ്രിസർവേഷൻ ഫ്രീ ആണ്, പിന്നെ പാർബൻ ഫ്രീ ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. മാരും ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആരും മിസ്സാക്കരുത്, വീഡിയോ പൂർണ്ണമായിട്ടും കാണണം കേട്ടോ. അപ്പം നമുക്ക് ടിപ്സിലേക്ക് പോയാലോ? ഓക്കെ. ഗുഡ്നെസ്സിൻ്റെ 2 ഉൽപ്പന്നങ്ങളാണ് ഇത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. സ്കിന്നിന് ഇത് ഈ ആൽഫ് ഗുഡ്നെസ്സിൻ്റെ വൈൽഡ് ടെമറിക് പൗഡർ സ്കിന്നിൽ നമ്മൾ ഇത് കടലമാവിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡി ഐസ് ട്യൂബ് ആക്കി വെച്ചിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആൽഫ് ഗുഡ്നെസ്സിൻ്റെ ഈ ടെമറിക് പൗഡർ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വൈൽഡ് ടെമറിക് എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ബൗൾ എടുത്ത് ആ ബൗളിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുക കേട്ടോ. അപ്പം നമ്മൾ ആദ്യം സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടി ടിപ്സ് ആട്ടോ ചെയ്യുന്നത്, സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇത് നമ്മളിങ്ങനെ ഇത് കണ്ടില്ലേ, ഇത് നല്ല കവർ ഇതിലാട്ടോ വരുന്നത്. കണ്ടില്ലേ, ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി എയർ കയറോ ഒന്നുമില്ല. ഇത് ഈ രീതിയിലാട്ടോ വരുന്നത്. അപ്പം നമ്മൾ ഈ ടെമറിക് പൗഡർ കുറച്ച് നമ്മൾ ഒരു ടീസ്പൂണോളം ഇത് ഇങ്ങനെ ഒരു കുറച്ച് കണ്ടില്ലേ. പിന്നെ ഇതിലേക്ക് എടുക്കുന്നത് എന്താ, കുറച്ച് നമ്മുടെ കടലപ്പൊടി എന്നൊക്കെ പറയില്ലേ, അതാട്ടോ. അതും ഇതിൻ്റെ കൂടെ കുറച്ചെടുക്കണേ. വളരെ കുറച്ച് മാത്രം. എന്നിട്ട് ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ.
പ്രൊഡക്റ്റ് ആട്ടോ സ്കിന്നിന് വേണ്ടിയിട്ടൊക്കെ. ഇത് ഞാൻ മോക്കൂടി വേണ്ടിയിട്ടാട്ടോ ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ഞാനും സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, മോളും ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയും ബ്യൂട്ടി ടിപ്സൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്ന ആളാട്ടോ. പക്ഷെ മേലൊന്നും ഇതൊന്നും അമ്മ തേക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇതിൽ ഒഴിച്ച് വെക്കുക കേട്ടോ. വേണം ഇതിൻ്റെ കൂടെ ഇച്ചിരി ചെറുനാരങ്ങയും കൂടി ചേർക്കാം കേട്ടോ. ചെറുനാരങ്ങ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിനി നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ട്യൂബായിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ, അടുത്ത സൈഡിലെ ട്യൂബുകൾ കണ്ടോ. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ അലോവേരയുടെ ജെല്ല് മാത്രമാട്ടോ എടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ടിപ്സാട്ടോ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കേണ്ടതാട്ടോ. ഇത് നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ സ്പൂൺ എടുക്കുന്നതിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ജെല്ല് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളേ. കണ്ടില്ലേ, ഇതും ഇവിടെ എടുത്തു വെച്ചോണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചോണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ മാത്രം. ഈ ജെല്ലാട്ടോ നമ്മളിങ്ങനെ എടുക്കേണ്ടത്. ഇതിൻ്റെ ജെല്ല് മാത്രമേ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇത് കണ്ടില്ലേ, ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീര്, വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. അതും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ലേശം എടുക്കുന്നുള്ളൂ. ഇതിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ മാത്രം കേട്ടോ. കുറച്ച് നാരങ്ങ നീര് അതിലേക്ക് ചേർത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ആ കുരു നമുക്കൊന്ന് വേറെടുത്തിയെടുക്കാം കേട്ടോ. ഇത് നല്ലോണം മിക്സിയിൽ അടിക്കണം കേട്ടോ. നല്ലോണം മിക്സിയിൽ അടിക്കണം. മിക്സിയിൽ അടിച്ചിട്ട് ഇത് കണ്ടില്ലേ, ഇതിനി നമ്മളിങ്ങനെ ട്യൂബിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, കണ്ടോ. ഇത് നമ്മുടെ ഫേസിലും പിന്നെ ഇത് നമ്മുടെ സ്കിന്നിനും വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്യൂബ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഈ കറ്റാർവാഴ നാരങ്ങാനീര് മാത്രം ഇങ്ങനെ ട്യൂബാക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വെയിൽ കൊണ്ട് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. 2-3 ദിവസം ഇങ്ങനെ പുറത്തുകൂടി നടന്ന് വെയിൽ കൊണ്ടിട്ട്. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ ഫേസിലും നല്ലൊരു സുഖം തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കരിവാളപ്പുള്ളടത്തൊക്കെ ഈ ഐസ് ക്യൂബ് ഒന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പിന്നെ ഇങ്ങനെ കഴുത്തിനും പെടലിക്കും നമ്മുടെ കരുവാളിപ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ട്യൂബ് നമ്മുടെ കയ്യിലിരുന്ന് അത് ഇതായിക്കോളൂ കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇനി വേണം നമുക്ക് വേറെ എടുത്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, നല്ലൊരു സുഖം കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്നും എന്നിട്ട് നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ പുറത്ത് പോയി ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ടിപ്സാണ് കേട്ടോ ഇതൊക്കെ. എന്നിട്ട് മുഖം നല്ലോണം തുടയ്ക്കുക കേട്ടോ. ഒരു തുണി വെച്ച് കണ്ടില്ലേ മുഖത്ത്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു സുഖം കേട്ടോ ഫീൽ ചെയ്യുന്നുണ്ട്.
ഫുൾ ബോഡിക്കും കൂടി ഉള്ളതാണ് കേട്ടോ. ഫുൾ ബോഡിക്ക് ബാത്റൂമിലൊക്കെ നമ്മൾ വൈകുന്നേരം ചെയ്യുന്ന കേട്ടോ. ഇത് കണ്ടില്ലേ? ഇതിപ്പോൾ ചെയ്താൽ മേത്ത് ചാടുമെന്ന് അറിയത്തില്ല. ഇവിടെ കൊണ്ടുപോയി വെച്ചിപ്പോൾ ഇച്ചിരി ഐസ് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക കേട്ടോ. കണ്ണിലാകല്ലോ കേട്ടോ. പക്ഷെ എൻ്റെ കണ്ണിൽ ലേശം ആയിട്ടുണ്ട്, കുഴപ്പമില്ല. കണ്ണിലാകാതെ ശ്രദ്ധിക്കണേ. ഇത് കടലമാവും. ഇത് ആൽഫ ഗുഡ്നെസ്സിൻ്റെ വൈൽഡ് ടെമറിക് പൗഡർ ആട്ടോ. 100% കെമിക്കൽ ഫ്രീ, പ്രിസർവേഷൻസ് ഇല്ല, പിന്നെ പാരബൻ ഫ്രീ ഒക്കെ ആട്ടോ. അപ്പോൾ ഇത് ഈ ടെമറിക് പൗഡർ നിങ്ങൾ എല്ലാവരും മേടിച്ച് ഇത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. 110 രൂപയാട്ടോ ഇതിൻ്റെ വില. നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും കേട്ടോ. കെമിക്കൽ ഫ്രീ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് സ്കിന്നിന് യാതൊരു വിധങ്ങളും ഉണ്ടാവില്ല. കണ്ണില്ലേ, കണ്ണിൽ പോയാലും എനിക്ക് പേടിയില്ല. എന്താ വെച്ചാൽ ഇത് അത്ര നല്ലൊരു ഉൽപ്പന്നമാണ് കേട്ടോ. അപ്പം നിങ്ങളും ഇത് മേടിച്ച് ഉപയോഗിക്കുക കേട്ടോ. അപ്പം ഇതിൻ്റെ ബ്രാൻഡ് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകുകയില്ല. നല്ല സ്കിന്നിനൊക്കെ നല്ല. അപ്പം ഞാനിതൊക്കെ വെയിലത്തൊക്കെ പോയി ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതാട്ടോ ഇങ്ങനെയൊക്കെ ആട്ടോ ടിപ്സുകൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഗുണം എങ്ങനെയാണെന്നൊക്കെ നിങ്ങളും പറയണേ. നല്ലൊരു ഫേസ് പാക്കും ഒരു ബ്യൂട്ടി ടിപ്സും ആട്ടോ. ഇങ്ങനെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.